കൂടി സ്മൃതി 1300-ലേക്ക്. അല്ല തെറ്റാണ്, 1300 അല്ല വീണ്ടും കൂടി 1300. നോക്കൂ 1300 ആണോ? 1300-ലേക്ക് എത്തിയിരിക്കുന്നു. 1300-ലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് ഉയർന്നിരിക്കുന്നു. 4 അക്കം കടന്ന ആദ്യത്തെ സ്ഥാനാർത്ഥി ഈ ഉപതെരഞ്ഞെടുപ്പിൽ. വളരെ വേഗത്തിൽ കണക്കുകൾ 11,000 വോട്ടുകളിൽ 1003 വോട്ടിന് പ്രിയങ്ക ഗാന്ധി മുന്നിൽ. അങ്ങനെയാണെങ്കിൽ ഒരു 70% വോട്ട് പ്രിയങ്ക ഗാന്ധി സ്വന്തമാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വന്നാൽ 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം പോവും. പക്ഷേ പോസ്റ്റൽ ബാലറ്റാണ്. കഴിഞ്ഞ തവണയും വ്യക്തമായ ലീഡ് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. വ്യക്തമായ ലീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, ഈ കണക്കുകൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത് പാലക്കാട് ഒന്നും സംഭവിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ അതേ ട്രെൻഡ് നിലനിർത്തുന്നു. സി കൃഷ്ണകുമാർ 36 വോട്ടുകൾക്ക് മുന്നിലാണ്. കഴിഞ്ഞ തവണ ശ്രീധരൻ നേടി 66 വോട്ടുകളുടെ ലീഡിനെ മറികടക്കുമോ എന്നതാണ് ചോദ്യം. ശരി, 1300, 69, 30, നിലവിൽ 36. 2350 വോട്ടുകളിൽ പ്രിയങ്ക 2350 വോട്ടുകളുടെ ലീഡിലേക്ക് പോയാലോ? 11,000 തൂക്കുമോ? 11,000 പ്രിയങ്ക തൂക്കുമോ? പോസ്റ്റൽ ബാലറ്റ് പ്രിയങ്ക തൂക്കി എന്ന് നമ്മൾ പറയേണ്ടി വരുമോ? അല്ല, അവിടെ വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങി. വോട്ടിംഗ് മെഷീനും എണ്ണി തുടങ്ങിയിരിക്കുന്നു. വോട്ടിംഗ് മെഷീനും ഒരേ സമയം തന്നെ വയനാട്ടിൽ എണ്ണുന്നുണ്ട് എന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. പാലക്കാട് വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇപ്പോൾ 20 മിനിറ്റ് പിന്നിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിത്രം 2021 തനി ആവർത്തനമാണ് പാലക്കാടും ചേലക്കരയിലും. ഇതിനിടയിൽ കൗതുകമുള്ള ഒരു കണക്ക് പറയട്ടെ. മഹാരാഷ്ട്രയിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും ഉദ്ധവ് വിഭാഗത്തിനും 5 വീതം ലീഡ്, ഇഞ്ചോടിഞ്ച്. അതെ, മിക്കവാറും തൂക്കിലേക്ക് പോകും. അതെ, 2 ശിവസേനയെ ഒപ്പത്തിനൊപ്പം. നോക്കൂ, 69 വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റിൽ UR പ്രദീപ് ലീഡ് ചെയ്യുമ്പോൾ 36 ചേലക്കരയിൽ EVM എണ്ണി തുടങ്ങാറായിട്ടുണ്ടാവണം. കാരണം സമയം 8:20 ആയിരിക്കുന്നു. ഓക്കെ, ചേലക്കരയിലും പാലക്കാടും എണ്ണി തുടങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ മാത്രമാണ് ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങി. 2350 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി മുന്നിലാണ്. പാലക്കാട്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, പാലക്കാട് പോസ്റ്റൽ ബാലറ്റിൽ നമ്മൾ എല്ലാവരും കാതോർത്തിരിക്കുന്നതും കണ്ണും നട്ടിരിക്കുന്നതും 100 വോട്ടിനും അപ്പുറം പാലക്കാട് പോസ്റ്റൽ ബാലറ്റിൽ സി കൃഷ്ണകുമാറിന് ലീഡ് നേടാൻ കഴിയുമോ? നിലവിൽ 36 വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റിൽ സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ മുന്നിലാണ്. ആകെ പോസ്റ്റൽ വോട്ട് എത്രയാണ്? 960. പ്രശ്നം അറിയോ? അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യം 2000 സംതിങ് വോട്ട്, 2000 എത്രയുണ്ട്? 2950. അതിലാണ് 69 വോട്ടിന്റെ ലീഡ് ഉള്ളത്. 66. ഇപ്പൊ 961 വോട്ടിലാണ് 36 ലീഡ്. അപ്പൊ ഏകദേശം ആ സമയത്ത് പറഞ്ഞാൽ ഈ ശ്രീധരൻ കടന്നു കഴിഞ്ഞു. നോക്കാം, അങ്ങനെയാണെങ്കിൽ ശ്രീധരനെ മറികടക്കുമോ, പോസ്റ്റൽ ബാലറ്റ് ഉണ്ടാകുമോ? അത് ഒരു ട്രെൻഡായി പോസ്റ്റൽ ബാലറ്റിൽ നമുക്ക് എടുക്കാം. പക്ഷെ ബൂത്തുകളിലേക്ക് വരുമ്പോൾ സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഒരു കാര്യം ഉറപ്പാണ്, ഇത് 2021 റിസൾട്ടിന്റെ ആദ്യ സൂചന. ആദ്യത്തെ ട്രെൻഡ് അതേപടി തന്നെ. 45. ചേലക്കരയിൽ 110. ചേലക്കരയിൽ പ്രദീപിന്റെ ലീഡ് 110. CK ലീഡ് ഉയർത്തിയിരിക്കുന്നു. 45 പോസ്റ്റൽ ബാലറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ സി കൃഷ്ണകുമാർ 45 വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ മുന്നിലാണ്. ഹരിദാസിനേക്കാൾ 110 വോട്ടിന് UR പ്രദീപ് ലീഡ് ചെയ്യുകയാണ്. ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ വരുന്നത് ചേലക്കരയിൽ നിന്നാണ്. 110 വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ UR പ്രദീപ് മന്ദഹസിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. സൗമ്യ സുസ്മേരവദനായ UR പ്രദീപ് 110 വോട്ടുകൾക്ക് ഇതാ ലീഡ് ചെയ്യുന്നു. രമ്യ ഹരിദാസിനേക്കാൾ സി കൃഷ്ണകുമാർ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ 40. കൃഷ്ണകുമാർ ഇരുന്ന് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് റിസൾട്ട് കാണുകയാണ്. BJP